ഹായ് എവരിവൺ, ബിയോണ്ട് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, പിന്നെ മിൽക്ക് മെയ്ഡ്, ബട്ടർ. ഇനി നമുക്ക് ചൈന ഗ്രാസ് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സോക്കായി വരട്ടെ. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 കപ്പായിട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. പാല് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പം നമ്മൾ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കണ്ടൻസ്ഡ് മിൽക്ക്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിൽ മുന്നിട്ട് നിൽക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിൽ മിസ്സായതാണ്. അത് നേരത്തെ ചേർത്ത് കൊടുത്തതാണ്. അതിന് ശേഷമാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ആ ചൈന ഗ്രാസ് കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, അരിക്കാതെ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് അരിക്കാതെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പം നമ്മളെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ട്രേയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ പുഡിങ്ങിൻ്റെ മിക്സ് നമുക്ക് ഈ ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ പുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത സ്ലൈസും അതേപോലെ തന്നെ ചെറീസും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് വെച്ചാൽ അതിട്ട് കൊടുത്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.